ആദം നബി അലൈഹിസ്സലാമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മലക്കുകളായിരുന്നു എന്ന് മുസ്നദ് അഹമ്മദ് നമുക്ക് വായിക്കാൻ പറ്റും. സ്വഹീഹായ ഹദീത്താണ്, വളരെ സുദീർഘമായ ഹദീത്താണ്. വളരെ കൗതുകകരമായ ചില സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. മഹാനായ ആദം നബിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. ആദം നബിയുടെ മരണം സമീപത്തെത്തിയ സമയത്ത് ആദം നബി അലൈഹിസ്സലാം മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയെന്നാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ സ്വർഗത്തിലെ പഴം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെ കാലുമ തട്ടിയിട്ടില്ലല്ലോ? ശരി, ഞാൻ സ്വർഗത്തിലെ പഴം കൊതിക്കുന്നുണ്ട് എന്ന് ആദം നബി പറഞ്ഞു മക്കളോട്. അപ്പൊ മക്കള് പിതാവിന് ആഗ്രഹം പറഞ്ഞപ്പോ ഏതെങ്കിലും വിധത്തിൽ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു പഴം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവർ ഇറങ്ങിയതാണ്. ആ പഴം തേടി അവർ യാത്ര തുടങ്ങിയതാണ്. അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴാണ് വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നത്. മനുഷ്യരുടെ രൂപത്തിലാണ് വരുന്നത്, മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വരുന്നത്. ആ വരുന്ന ആളുകളുടെ കൈകളിൽ കുഴി കുത്താനുള്ള ഉപകരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില വസ്ത്രങ്ങളുണ്ട് അവരുടെ കൈകളിൽ, ആ വരുന്ന മനുഷ്യന്മാരുടെ കൈകളിൽ. അപ്പൊ ഇവർ ചോദിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളോട് ഇവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ പറഞ്ഞു, അബൂന മരീൽ, ഞങ്ങളുടെ പിതാവ് രോഗിയാണ്. പക്ഷെ ഞങ്ങളുടെ പിതാവ് ഒരു ആഗ്രഹം പറഞ്ഞു ഞങ്ങളോട്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ് ഞങ്ങൾ. അദ്ദേഹം സ്വർഗത്തിൽ ഒരു പഴം കൊതിക്കുന്നുണ്ട്, അതേപോലെയുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ വന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവിന്റെ അജൽ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പിതാവിന്റെ അവധി എത്തിയിട്ടുണ്ട്, നിങ്ങൾ പോകേണ്ട ആവശ്യമല്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. വന്നത് മലക്കുകളായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ വീട്ടിലേക്ക് മടങ്ങി. ഹദീസിൽ പറയുന്നൊരു പ്രയോഗം, ഈ ആളുകൾ വന്ന ആളുകളെ ഹവ്വ ബീബി അവർ കണ്ടു. ഹവ്വ ബീബി കണ്ട ഉടനെ അവർക്ക് മനസ്സിലായി വന്നത് മലക്കുകളാണ് എന്ന്. അവർക്ക് മലക്കുകളാണെന്ന് മനസ്സിലായി. എങ്ങനെ അവർക്ക് മനസ്സിലായത്? ഹവ്വ ബീബി മലക്കുകളെ കണ്ടിട്ടുണ്ട്. എവിടുന്ന് കണ്ടു? സ്വർഗത്തിൽ വെച്ച് ഹവ്വ ബീബി മലക്കുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി എന്നാണ് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിൽ വിശദീകരിച്ചത്. അവർ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്ക് സങ്കടമായി. അവർക്ക് മനസ്സിലായി ആദം നബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ വന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അവര് തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാണല്ലോ, ആ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു. ആദം നബി അലൈഹിസ്സലാം ഹവ്വ ബീവിയോട് പറഞ്ഞു, വന്നയാളുകളുടെ ഇടയിൽ നിന്ന്, എന്റെയും അവരുടെയും ഇടയിൽ നിന്ന് ഒരു വിടവ് നൽകാൻ, ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി മഹാനായ ആദം നബി അലൈഹിസ്സലാം ഹവ്വ ബീവിയോട് പറയുന്നുണ്ട്. ഹദീസിൽ അങ്ങനെയാണ് പ്രയോഗങ്ങൾ. അവർ മാറി നിന്നു. ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് മലക്കുകൾ എടുത്തു. അദ്ദേഹം മരിച്ചു. ഇഖ്തിയാറുള്ള അവസരമൊക്കെ കൊടുത്തു. വലിയ ഹദീസാണ്. ആ ഹദീസിൽ എങ്ങനെയാണ് ഒരു മയ്യത്ത് മറമാടേണ്ടത്, എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മലക്കുകളാണ് ആദം നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. ആ മലക്കുകളാണ് ആദം നബി അലൈഹിസ്സലാമയെ കഫൻ ചെയ്തത്. ആ മലക്കുകളാണ് ഖബറുകൾ കുഴിച്ചത്. ആ മലക്കുകൾ ഖബർ കുഴിച്ച സമയത്ത് ലഹദായിരുന്നു. ലഹദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഖബർ പോലെയല്ല. സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു കുഴി, പിന്നെ ഉള്ളിലേക്ക് ചെരിച്ചെടുക്കുന്ന രീതി, അതിനാണ് ലഹദ് എന്ന് പറയാം. മലക്കുകൾ കുത്തിയ കുഴി ലഹദായിരുന്നു എന്ന ഹദീസിലുണ്ട്. ആ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്നല്ല. ഇവിടുത്തെ സാഹചര്യത്തിൽ ഇതാണ് ഏറ്റവും പ്രായോഗികമായ രീതി. പക്ഷെ ഹദീസിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെയുള്ള ലഹദാണ് അവർ കുഴിച്ചത്. അതിലേക്ക് ആദം നബിയെ ഇറക്കി അവർ വെച്ചു. അതിന്റെ മുകളിൽ അവർ കല്ല് വെച്ചു. നമ്മൾ കല്ല് വെക്കുന്നത് പോലെ അവർ കല്ല് വെച്ചു. അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. കല്ല് വെച്ചു, അവർ മണ്ണ് വാരിയിട്ടു, എന്നിട്ട് തസ്ബീത്ത് ചോദിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരികയും ആ മലക്കുകൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവസാനം അവർ പറഞ്ഞൊരു വാചകമുണ്ട്. മലക്കുകൾ ആദമിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബനി ആദം ഹാദിഹി സുന്നത്തുക്കും, അല്ലയോ ആദമിന്റെ മക്കളെ, ഇതാകുന്നു നിങ്ങൾക്കുള്ള സുന്നത്ത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഇതേ രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ആ മലക്കുകൾ അവിടെ വെച്ചുകൊണ്ട് ആദം നബിയുടെ മക്കളെ പഠിപ്പിച്ചത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമയുടെ മയ്യത്ത് മലക്കുകൾ കുളിപ്പിച്ചു. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, നമ്മൾ അംഗീകരിക്കേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? അത്രമാത്രം മഹത്വമുള്ള വ്യക്തിയായിരുന്നു ആര്? സഅദ് റളിയല്ലാഹു അൻഹു. മലക്കുകളുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ഒരു വഴിയില്ല. പക്ഷെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മലക്കുകൾ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന് റബ്ബിനോട് ദുആ ചെയ്യുന്ന, അതേപോലെ തന്നെ സംരക്ഷകരായി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു ക്ലാസ്സും അതേപോലെ മറ്റൊരു ക്ലാസ്സോട് കൂടെ നമ്മുടെ ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സുദീർഘമാണ് എങ്കിലും കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഇന്ന്
നമ്മൾ മനസ്സിലാക്കുന്നത് മലക്കുകളുടെ പേരുകളാണ്. മലക്കുകളുടെ പേരുകളും അവരുടെ ഉത്തരവാദിത്തങ്ങളുമാണ്. സ്വാഭാവികമായും മലക്കുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് യാതൊരു സംശയവുമില്ല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പേര് തന്നെയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് തന്നെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളുടെ വിശ്വാസമാണ്. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി. ആ മലായികത്തുകളിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത് വരാൻ തന്നെ കാരണം അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രമാത്രം മഹത്വമാർക്കുണ്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനുണ്ട്. മലക്കുകളിൽ ഏറെ ശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരുകൾ നമ്മൾ സാധാരണ പറയും ജിബ്രീൽ എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ റൂഹുൽ അമീൻ എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. നാമൂസ് എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. ജബ്രായിൽ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിനുണ്ട്. ഹദീസുകളിൽ വന്ന പേരുകളാണ് ഇതൊക്കെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൻ കാന അദുവൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജിബ്രീൽ എന്ന പ്രയോഗമാണ്, നാമമാണ് ഏറ്റവും പ്രസിദ്ധമായത്, മഅറൂഫായത് ജിബ്രീൽ എന്ന നാമമാണ്. എന്നാൽ റൂഹുൽ അമീൻ എന്ന് അദ്ദേഹത്തെ പ്രയോഗിച്ചത് വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ എന്ന് പറയുന്ന ആയത്തിൽ അവിടെ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന് തഫ്സീറുകളിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ്, റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പ്രയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും. നാമൂസ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. നാമൂസ് എന്ന് അദ്ദേഹത്തെ ആരാണ് പറഞ്ഞത്? നാമൂസ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമയെ കുറിച്ച് ആദ്യം പറഞ്ഞ വ്യക്തി വറഖയാണ്. വറഖത്ത് ബിൻ നൗഫലാണ്. നമുക്ക് ചരിത്രം അറിയാം. വറഖയുടെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഖദീജ ബീവി കടന്നു ചെന്ന രംഗം. ആ സമയത്ത് വറഖ നബിയോട് പറയുന്നുണ്ട്, മുഹമ്മദിനോട് പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിന്റെ നാട്ടുകാർ പുറത്താക്കും, നിന്റെ അടുക്കലേക്ക് വന്നതാരാ? നാമൂസാണ് എന്ന് പറയുന്നത്. മൂസാ നബിയുടെ അടുക്കലേക്കൊക്കെ വന്ന പോലെ നാമൂസാണ് നിന്റെ അടുക്കലേക്ക് വന്നത് എന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന താത്വികനായ മനുഷ്യൻ, വേദം പഠിച്ച മനുഷ്യൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ നാസൂസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്താണ്? നാമൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നാമൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാസൂസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജാസൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമാണ് നാമൂസ്. ജാസൂസ് എന്ന് പറയുന്നത് ചാരവൃത്തി നടത്തുന്നതിനാണ്, ഈ മോശമായ വാർത്തകളൊക്കെ എത്തിക്കുന്നതിനാണ് ജാസൂസിന്റെ പണിയെടുക്കുക എന്ന് പറയാം. ഇപ്പോൾ ഇസ്രായേൽ അതേപോലെ തന്നെ പല രാജ്യങ്ങളൊക്കെ ഈ പണി ചാരവൃത്തി എടുക്കുന്ന ആളുകളുണ്ടാവും. ചാരപ്പണി എടുക്കുന്ന, രഹസ്യങ്ങൾ ചോർത്തുന്ന, മോശമായ വാർത്തകളൊക്കെ എത്തിക്കുന്ന അങ്ങനത്തെ ആളുകൾക്കാണ് അവർ ജാസൂസിന്റെ പണിയെടുക്കുന്നവരാണെന്ന് പറയാം. അതിന്റെ നേരെ വിപരീതമാണെന്ത്? നാമൂസ് എന്നുള്ളത്. നാമൂസ് എന്ന് പറഞ്ഞാൽ നല്ല രഹസ്യങ്ങൾ വഹിക്കുന്ന വ്യക്തി എന്നതിന്റെ അർത്ഥം. നല്ല രഹസ്യങ്ങൾ, ജിബ്രീൽ ആരാ? നല്ല വാർത്തകൾ എത്തിച്ച, നല്ല രഹസ്യങ്ങൾ എത്തിച്ച മഹാനായ വ്യക്തിയാണ് ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് നാമൂസ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നല്ല വാർത്തകളുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ജബ്രായിൽ എന്നുള്ള പേരാണ്. ജബ്രായിൽ എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ പ്രത്യേകമായി ചൊല്ലിയ പ്രാരംഭ പ്രാർത്ഥനയിൽ ആ പേര് വന്നിട്ടുണ്ട്. ഇദാ ഖാമ മിനൽ ലൈലി ഇഫ്തതഹ സ്വലാത്തുഹു അല്ലാഹുമ്മ റബ്ബ ജബ്രായിൽ. വളരെ സുദീർഘമായ ഒരു പ്രാർത്ഥനയാണിത്. പഠിക്കാൻ പറ്റുന്ന ആളുകൾ പഠിക്കണം, ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെ പ്രയോഗിച്ച പ്രയോഗമാണ് റബ്ബ ജബ്രായിൽ. ജബ്രായിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പേരുകൾ ആർക്കുണ്ട്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമക്കുണ്ട്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കേവലം ഒരു സന്ദേശവാഹകൻ മാത്രമല്ല. നമുക്ക് ജിബ്രീലിനെ കുറിച്ച് പറയുന്ന അറിവെന്താ? അദ്ദേഹം വഹയ്യുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന വ്യക്തിയാണ്, മലക്കാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു സന്ദേശവാഹകൻ മാത്രമല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലക്കളോടും സംസാരിക്കൂല. അല്ലാഹു എല്ലാ മലക്കളോടും സംസാരിക്കൂല. അല്ലാഹു ആരോട് സംസാരിക്കുക? അല്ലാഹു ജിബ്രീലിനോടാണ് സംസാരിക്കുക. മറ്റു മലക്കുകൾക്ക് സന്ദേശം കൈമാറുന്ന വ്യക്തി ആരാ? ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. മനസ്സിലായി? അപ്പൊ ജിബ്രീലിന്റെ മഹത്വമാണത്. മറ്റു മലക്കുകൾക്കില്ലാത്ത പ്രത്യേകത ആർക്കുണ്ട്? ജിബ്രീലിനുണ്ട്. കാരണം അള്ളാഹു എല്ലാ മലക്കളോട് സംസാരിക്കില്ല. മറ്റുള്ള മലക്കുകൾക്കുള്ള ആശയങ്ങൾ, അവർക്കുള്ള സന്ദേശങ്ങൾ പോലും അള്ളാഹു ആരോട് പറയും? ജിബ്രീലിനോട് പറയും. ജിബ്രീലാണ് അത് ആരോട് പറയുന്നത്?
മറ്റുള്ള മലക്കളോട് പറയും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു സദസ്സിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബ അല്ലാഹു തആല അൽ അബ്ദ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ. ഇങ്ങനെയുള്ള വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ ഇരിക്കുന്ന ആളുകളെ പടച്ചവന് ഇഷ്ടമാണെന്നാണ്. ആ ഇഷ്ടമുള്ള ആളെന്ത് ചെയ്യും? ഒരാളെ ഇഷ്ടമായാൽ അല്ലാഹു ജിബ്രീലിനെ വിളിക്കും. ജിബ്രീലിനോട് അല്ലാഹു പറയും, ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. ആരെ പറയാം? അല്ലാഹു പറയും. അല്ലാഹു പറയും, ഞാൻ എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? അയാളെ ഇഷ്ടപ്പെടണം. അപ്പൊ ഈ സദസ്സിലുള്ള ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയും, ഇന്നയാളുടെ ഇന്ന മകൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദീന് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് അല്ലാഹു പറയും. ആ പറയുന്നത് കേട്ടിട്ട് ജിബ്രീലിനോട് പറയും, നിങ്ങളും അവനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യും? അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജിബ്രീൽ എന്ത് ചെയ്യും? ആകാശ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ള മലക്കുകളെ വിളിക്കും. സുമ്മ യുനാദി ഫീ അഹ്ലിസ് സമാ, ആകാശ ലോകത്തുള്ള മലക്കുകളെ വിളിക്കും. എന്നിട്ട് അവരോട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അല്ലാഹുവിന് ഇന്നയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും അവരെന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. അങ്ങനെ അവരെന്ത് ചെയ്യും? അവരെ ഇഷ്ടപ്പെടും. മനസ്സിലായോ? ഈ ഹദീസ് നമുക്ക് പഠിക്കാനുള്ള പാഠം ഒന്ന്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ടാൽ അത് ജിബ്രീലിനോട് പറയും. ജിബ്രീൽ അങ്ങനെ ഒരു പാഠം അതിലുണ്ട്. രണ്ടാമത്തെ പാഠം നമ്മുടെ വിഷയം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കേവലം വഹി എത്തിക്കുന്ന ഒരാളായി മാത്രമല്ല നിയോഗിച്ചിട്ടുള്ളത്, മറിച്ച് മറ്റുള്ള മലക്കുകൾക്ക് സന്ദേശങ്ങൾ കൈമാറാണ്. നോക്കൂ നിങ്ങൾ, എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് എന്ന് അള്ളാഹ് എല്ലാ മലക്കളെയും വിളിച്ച് പറഞ്ഞില്ല, ജിബ്രീലിനോടാ പറഞ്ഞത്. ജിബ്രീലാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള മലക്കുകളെ അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് റമദാനിൽ ജിബ്രീൽ വരും. എന്തിനാ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറാജഅ നടത്താൻ, നബിയുടെ ഹിഫ്ള് പരിശോധിക്കാൻ, അള്ളാന്റെ റസൂലിന്റെ ഹിഫ്ള് പരിശോധിക്കാൻ. ആദ്യം മുതൽ ഖുർആൻ ഇറങ്ങിയ ആദ്യം മുതൽ ആ സമയത്ത് ഏതുവരെ ഇറങ്ങിയോ അത് മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ ഓതി കൊടുക്കും. ജിബ്രീൽ അത് പരിശോധിക്കും. മനസ്സിലായി? അത് ജിബ്രീൽ ചെയ്ത ദൗത്യമാണ്. നബി പറയുന്നുണ്ട്, നബി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ റമദാനില് 2 തവണ ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഖുർആൻ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമ് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ജിബ്രീലിന്റെ ബാക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നിർബന്ധ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഇസ്രാഇന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചതാരാ? നമ്മളിപ്പോൾ ഇസ്രാഇന്റെയും മിറാജിനെ കുറിച്ച് ചർച്ച നടക്കുന്ന സമയമാണ്. ബൈത്തുൽ മുഖദ്ദസ് അല്ലെ, ഫലസ്തീനിലെ ആളുകൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയും പ്രയാസമൊക്കെ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഫലസ്തീനികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം കൂടിയാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബില അത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തിയ രണ്ടാമത്തെ പള്ളി അത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. നബിയോട് ചോദിക്കുന്ന, നബിയെ ഒന്നാമത്തെ പള്ളി ഏതാണ്? നബി പറഞ്ഞു ഹറമാണ്, മസ്ജിദുൽ ഹറമാണ്. രണ്ടാമത്തെ ബൈത്തുൽ മുഖദ്ദസ് ആണ്. എത്ര കാലത്തിന്റെ ഇടയിലാണ് ആ 2 പള്ളികൾ ഉണ്ടാക്കിയത്? നബി പറഞ്ഞു ഏകദേശം 40 വർഷത്തിന്റെ വ്യത്യാസമാണ്. ഹറം ഉണ്ടാക്കി 40 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ പറ്റുള്ളൂ. അതിലൊന്ന് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അപ്പൊ ഒരു വിശ്വാസിയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണേത്? ആ ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ളത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശ ലോകത്തേക്ക് ഇസ്രാഇന്റെ യാത്ര തുടങ്ങുന്നത്. ആ ഇസ്രാഇന്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് ആരാ കൂടെ ഉള്ളത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നു. ആ യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. മക്കയിലെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഇന്നലെ ഇസ്രാഇന്റെ ഈ മസ്ജിദുൽ അഖ്സയിൽ പോയി, അതേപോലെ തന്നെ 7 ആകാശങ്ങൾക്ക് അപ്പുറം പോയി എന്ന് പറഞ്ഞ് അവരൊക്കെ നിഷേധിച്ചു, അവരൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷെ അവിടെ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നുണ്ട്. ആ ആളുകൾ ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ നീ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പള്ളി? ആ പള്ളിയുടെ രീതി എന്താണ്? എന്തൊക്കെയാണ് അതിന്റെ രൂപം? ബൈത്തുൽ മുഖദ്ദസ് കണ്ട ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ചില റിവായത്തുകളിൽ പറയുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു എന്നാണ്. ജിബ്രീൽ വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹത്തിന്റെ കൈകളിൽ അദ്ദേഹം ചെയ്തു നബിക്ക് കാണിച്ചു കൊടുത്തു. നബി ഇങ്ങനെ അതിൽ നോക്കിയിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു എന്നാണ്. ജിബ്രീൽ കൃത്യമായി അത് മനസ്സിലാക്കി കൊടുത്തു, നബിക്ക് മനസ്സിലാക്കി കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ആ ആളുകളുടെ മുശ്രിക്കുകളായ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം സഹായിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. റുഖിയ നടത്തിയിട്ടുണ്ട്. റുഖിയ തന്നെ വേണ്ടെന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തി കൊടുത്തിട്ടുണ്ട്, മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസുകൾ അത് സ്ഥിരമായി വന്നിട്ടുണ്ട്.
ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, അതേപോലെ തന്നെ ഹന്തക്കിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. നബിയുടെ ദുആ ഉണ്ട് ബദറിന്റെ സന്ദർഭത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് പറയുന്ന മസ്അല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരും ബദറിലെ സമയം. നബി അവിടെ തന്റെ കക്ഷം വെളിയിൽ കാണുമാറ് കുറേ നേരം കൈകൾ ഉയർത്തി ദുആ ചെയ്ത്, പടച്ചോനെ സഹായിക്കണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ശത്രുക്കളിൽ നിന്ന് ഈ ദീനിനെ കാക്കണേ എന്നൊക്കെ നബി ദുആ ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുന്നുണ്ട്, നബിയെ മതി, അല്ലാഹു നമ്മളെ കൈവടിയുകയില്ല. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ പറഞ്ഞ വാചകം എന്താ അറിയോ? അബൂബക്കർ സന്തോഷിക്കുക, നമുക്ക് വിജയമുണ്ട്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000-ലധികം മലക്കുകൾ എന്തിട്ടുണ്ട്? നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ച് 1000-ഓളം മലക്കുകൾ ആ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നബി പറയുന്നുണ്ട്, നബി ഒരു പ്രത്യേക ദിക്കിലേക്ക് നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറെ, ജിബ്രീൽ അവിടെ നിൽക്കുന്നുണ്ട്. ജിബ്രീൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ വേറെയും മലക്കുകളുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ സഹായവും വിജയവും ഉണ്ടാകുമെന്ന് ബദറിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെ ആരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പിശാച് മുശ്രിക്കുകളുടെ കൂടെ കൂടിയിരുന്നു. സുറാഖയുടെ രൂപത്തിൽ പിശാച് വന്നിരുന്നു. പിശാച് വന്നിട്ട് സുറാഖയുടെ രൂപത്തിൽ വന്ന് പറഞ്ഞെന്താ, നമുക്ക് മുസ്ലിങ്ങളെ അടിച്ചില്ലാതെയാക്കാൻ പറ്റും, അവരെ തോൽപ്പിക്കാൻ പറ്റും, അവർക്ക് ആവേശം കൊടുത്തു, ഞാൻ നിങ്ങളുടെ സഹായിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ രംഗം വിശദീകരിക്കുമ്പോൾ ആ പിശാച് അവിടെ നിന്ന് ഓടിപ്പോകുന്ന രംഗമുണ്ട്. മുശ്രിക്കുകളുടെ ഇടയിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്ന രംഗം എന്താണെന്നറിയോ? പിശാച് ജിബ്രീലിനെ കണ്ടു, മലക്കിനെ കണ്ടു. ഇന്നി അറ മാ ലാ തറൗൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണം നമുക്കത് വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം കേവലം വഹി എത്തിക്കുന്ന ഒരു മലക്ക് മാത്രമായിരുന്നില്ല. അപ്പൊ ഞാൻ എണ്ണിപ്പറഞ്ഞ മേഖലകളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, മലക്കുകളിൽ ആരാണ് ശ്രേഷ്ഠരായ ആളുകൾ? മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠരായ ആളുകൾ? നമ്മൾ പറയും ബദരീങ്ങളായ ആളുകളാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട്, പവിത്രതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ജാഅ ജിബ്രീൽ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ജിബ്രീലിന്റെ അടുക്കലേക്ക് വന്നു. ജിബ്രീൽ നബിയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, എങ്ങനെയാണ് നബിയെ ബദറിലെ ആളുകളെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെ കാണും, നിങ്ങൾ എങ്ങനെ കണക്കാക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞങ്ങള് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ ഞങ്ങൾ കണക്കാക്കുന്ന നബി പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞ വാചകം തന്നെ, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിലും ആരൊക്കെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരെ ഞങ്ങൾ കണക്കാക്കുന്നത് മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായിട്ടാണ്. മനുഷ്യരിലെ ശ്രേഷ്ഠരാര? ബദറിൽ പങ്കെടുത്തവരാണ്. മലക്കുകളിലെ ശ്രേഷ്ഠരാര? അവരും ബദറിൽ പങ്കെടുത്ത ആളുകൾ. അങ്ങനെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീസുകളും ഈ ചരിത്രങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള പല മലക്കുകളും യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ആദ്യമായി കണ്ടത്? എപ്പോഴാണ് കണ്ടത്? നമ്മൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ ജിബ്രീൽ വന്നു. അതല്ല അതിന്റെ തുടക്കം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ജിബ്രീൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടം പിളർത്തിയ സംഭവം വിശദീകരിക്കുന്ന ഹദീസ് നമുക്കറിയാം. ഹലീമ ബീവിയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ജിബ്രീൽ വന്നു. ഫശഖ അൻ ഖൽബിഹി, നബിയുടെ ഹൃദയം പിളർത്തി. എന്നിട്ട് അവിടെ നിന്ന് ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു, എടുത്തു കളഞ്ഞു, ഒരു അലക്ക എടുത്തു കളഞ്ഞു. ഇത് ശൈത്താനിൽ നിന്നതാണ്, നിനക്ക് ആവശ്യമില്ലത്താന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ജിബ്രീൽ അത് എടുത്തു കളഞ്ഞു. നബിയുടെ കൂടെ കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ പേടിച്ചു, അവർ ഓടിപ്പോകാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഫഖാലു, ആ കുട്ടികൾ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, മുഹമ്മദ് ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ആ കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് അവർ പേടിച്ചോടി, അവർ ഭയന്നോടി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ആദ്യമായി കണ്ട രംഗം. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് ജിബ്രീൽ വന്നു, മാറ് പിളർത്തിയ രംഗത്താണ് ആദ്യമായി കണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടത്തിൽ
പ്രവാചകന്റെ മാറ് പിളർത്തിയതിന്റെ അടയാളം പാട് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് മറ്റും നമുക്ക് കാണാൻ പറ്റും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീലിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞു തരാം. ആദ്യം നബിയെ കണ്ട രംഗം നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വറക്കയായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 2 സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, ജിബ്രീലിനെ ശരിയായ രൂപത്തിൽ കണ്ടത്. എന്തിനാണ് ജിബ്രീൽ നബിന്റെ അടുക്കിലേക്ക് വരുന്നത്? വഹിയുമായിട്ടാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വഹി ഇറങ്ങുന്ന 3 ഇനങ്ങളുണ്ട്. ഒന്ന്, ഒരു ബെല്ലടിക്കുന്ന ശബ്ദത്തിൽ, മണിയടിക്കുന്ന ശബ്ദത്തിലാണ് വഹി ഇറങ്ങിയിരുന്നത്. 1. 2, മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് വഹി ഇറങ്ങി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ദിഹിയയുടെ വേഷം സ്വീകരിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അങ്ങനെ വന്നു. 3ാമത്തത്, സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വഹിന്റെ പല ഇനങ്ങളും അങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. നബി പേടിയോടുകൂടിയാണ് ജിബ്രീലിനെ സ്വീകരിച്ചത്, അല്ലെ? പേടിച്ചു പറച്ച്, ഇറാഖ് വലിച്ച് പേടിച്ചു പറച്ചു നബി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ മനസ്സിലാക്കി, അറിഞ്ഞു. പിന്നെ ജിബ്രീലിന്റെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു. ജിബ്രീൽ വരാതിരിക്കുമ്പോൾ നബി കാദിയായിരുന്നു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വ ജീവിതത്തിൽ ആശ്വാസമായി, സമാധാനമായി, തണലായി പല സന്ദർഭങ്ങളിലും ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ചുരുക്കത്തിൽ ജിബ്രീലിനെ കുറിച്ച് ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2, മീകായിൽ എന്ന് പറയുന്ന മലക്കാണ്. മീകായിൽ ആരാണ്? മീകായിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവൻ ലിൽ കാഫിരീൻ. എന്താ അല്ലാഹു പറയുന്നത്? ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും, ഇതിന് പ്രത്യേകം പറഞ്ഞു, ജിബ്രീൽ, മീകായിൽ അവരോടൊക്കെ ശത്രുത കാണിച്ചാൽ അവർ നിഷേധികളാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ മീകായിൽ എന്ന് പറയുന്ന മലക്കിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ചില മലക്കുകളുടെ പേര്, വളരെ കുറച്ച് മലക്കുകളുടെ പേരാണ് ഹദീസുകളിൽ സ്വഹീഹായ രീതിയിൽ വന്നിട്ടുള്ളത്. അത് അതേപോലെ നമ്മൾ വിശ്വസിക്കണം. എന്നാൽ ചില മലക്കുകളുടെ പേര് തെറ്റായി സമൂഹത്തിന്റെ ഇടയിലുണ്ട്, അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. ഏതൊക്കെയാണ് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ മീകായിൽ എന്ന് പറയുന്ന മലക്ക്, ആ മലക്ക് അത് ഇടിയുടെയും അതേപോലെ തന്നെ മഴയുടെയും ഒക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. നമ്മൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് നമ്മൾ എഴുതണം, എത്ര മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചു. ഇപ്പൊ എത്ര മലക്കിന്റെ പേര് അറിയുന്നത് സ്വയം നമ്മൾ ചോദിച്ചാൽ മതി. എത്ര മലക്കുകളുടെ പേര് നമുക്ക് അറിയാം. നമ്മളിത് പഠിക്കണം. മീകായിൽ, അതേപോലെ തന്നെ ജിബ്രീൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പേരുകളാണ്. മീകായിലിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ മീകായിൽ മാലി ലം അറ മീകായില ളാഹിഖൻ ഖത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിന്റെ ഒക്കെ യാത്രയുടെ ഇടയിൽ മീകായിലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നബി പറയാണ്, മീകായിൽ ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, മീകായിൽ ചിരിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ളാഹിഖ മീകായിലു മുൻദു ഖുലിഖത്തിന്നാർ. നരകം പടച്ചതിന് ശേഷം മീകായിൽ ചിരിച്ചിട്ടില്ല എന്നാണ്. നരകം പടച്ചതിന് ശേഷം മീകായിൽ എന്ന് പറഞ്ഞ മലക്ക് ചിരിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നരകത്തിന്റെ ഭീകരത എത്രയാണ്. ആ മീകായിലിന്റെ ചിരി പോലും നഷ്ടപ്പെട്ടത് നരകം പടക്കപ്പെട്ടതിന് ശേഷമാണ് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളൊരു മലക്കിന്റെ പേരാണ് ഇസ്രാഫീൽ. ഇസ്രാഫീൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി നിശ്ചയിച്ച മലക്കാണ് ഇസ്രാഫീൽ. റൂഹ് പിന്നെ ലോകം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഊത്ത്, 2 ഊത്തുകളുണ്ട്, നമുക്കറിയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഇവിടെയുള്ള സൂർ, ആ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിന്റെ പേരാണ് ഇസ്രാഫീൽ എന്നുള്ളത്. കാഹളത്തിൽ 2 തവണ ഊതുമെന്നാണ്. വനുഫിഖ ഫിസ്സൂരി ഫസഹിക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ഷാ അല്ലാഹു സുമ്മ നുഫിഖ ഫീഹി ഉഖറ. 2 തവണ എന്തെയും സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതും. എന്താ പ്രത്യേകത എന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറഞ്ഞ മലക്ക് അദ്ദേഹം കാത്തിരിക്കണം. ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന തർഫ സാഹിബ സൂരി മുദ്വുക്കില ബിഹി മുസ്തഹിദുൻ യൻദുറു നഹവൽ അർശ്. ഈ ഇസ്രാഫീൽ എന്ന് പറഞ്ഞ മലക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കണം. കാഹളം ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട്, അത് ഊതാൻ വേണ്ടി ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കണം, അർശിലേക്ക് കാതോർത്തിരിക്കണം. എന്തിനറിയോ? അള്ളാന്റെ കൽപ്പന കിട്ടിയാൽ ആ സമയത്ത് ഊതാൻ വേണ്ടിയിട്ട്.
അങ്ങനെ കാത്തിരിക്കാൻ ഇസ്രാഫീൽ. നമ്മൾ വിചാരിക്കുക ലോകാവസാനമൊക്കെ വിദൂരത്താണ്. അല്ലാഹു പറഞ്ഞ വനറാഹു ഖരീബ, അത് സമീപത്താണ്. ലോകാവസാനം എന്നാണ് ഒരുപാട് ദൂരത്താണ്, നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ ബഅതൻ, വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ലോകാവസാനം സംഭവിക്കും. ആ ലോകാവസാനം സംഭവിക്കുന്നത് എങ്ങനെയാ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കാഹളത്തിൽ ഊതുമ്പോഴാണ്. ആ മലക്ക് എങ്ങനെയപ്പുള്ളത്? ഞാനിത് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ആ മലക്ക് എങ്ങനെ ഇരിക്കണത്? അദ്ദേഹം കാതു കൂർപ്പിച്ചിരിക്കാൻ. അള്ളാന്റെ കൽപ്പന വരുന്നുണ്ടോ? ലോകം അവസാനിപ്പിക്കാനുള്ള, ഊതാനുള്ള ഓർഡർ വരുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇസ്രാഫീലിന്റെ പ്രത്യേകത. നാലാമത്തെ മലക്കിന്റെ പേര് മാലിക്കാണ്. മാലിക് എന്ന് പറഞ്ഞ മലക്ക് നരകത്തിന്റെ കാവൽക്കാരനാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേരാണ് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ മാലിക്കിനെയും കണ്ടു. അപ്പൊ നബി പറഞ്ഞു, വാനലോകത്തുള്ള എല്ലാ ആളുകളും എന്നെ സ്വാഗതം ചെയ്തു. എല്ലാവരും സ്വാഗതം ചെയ്തു. അവർ ചിരിച്ചെന്നെ സ്വാഗതം ചെയ്തു. നബി പറയാണ്, ഞാൻ അവരോട് സലാം പറഞ്ഞു, അവര് സലാം അടക്കി, അവര് വളരെ സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്തു, എന്നെ സ്വാഗതം ചെയ്തു. എന്നാൽ എന്നെ ഒരാൾ മാത്രം അങ്ങനെ സന്തോഷത്തിൽ സ്വാഗതം ചെയ്തില്ല. ബാക്കിയുള്ളവരൊക്കെ എന്നെ സന്തോഷത്തിലാണ് സ്വാഗതം ചെയ്തത്. ഞാൻ സലാം ചൊല്ലി അയാളോട്, അയാൾ സലാം മടക്കി, പക്ഷെ അയാളുടെ മുഖത്തെന്ത് കണ്ടില്ല, സന്തോഷമൊന്നും ഞാൻ കണ്ടില്ല. അയാൾ പുഞ്ചിരിച്ചതൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. മാലിക്കാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കാണത്. ആ മലക്ക് നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ചിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരിക്കലും ചിരിച്ചിട്ടില്ല. അദ്ദേഹം ആരോടെങ്കിലും ചിരിക്കുമായിരുന്നെങ്കിൽ നബിയെ നിങ്ങളോട് ചിരിക്കണമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയാം, അദ്ദേഹം ആരോടെങ്കിലും ചിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങളോട് ചിരിക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം നരകം പടച്ചതിന് ശേഷം അദ്ദേഹം ചിരിച്ചിട്ടല്ല. സഹോദരങ്ങൾ, ഇതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം നരകത്തിന്റെ ഭീകരതയാണ്. ഈ നരകം ഈ മലക്കൾ കണ്ടിട്ട് അതിന്റെ കാവൽക്കാരാണ് അവർ ഈ നരകത്തിന്റെ ഭീകരതയും അതിന്റെ ഭയാനകതയും അവർ മനസ്സിലാക്കി. അവർക്ക് ചിരിക്കാൻ തോന്നണില്ല, അവരുടെ ചിരി നഷ്ടമാവുകയാണ്. നമ്മൾ എത്ര കേട്ടു നരകത്തെക്കുറിച്ച്, നരകത്തിന്റെ അഗ്നിയെക്കുറിച്ച്. അതിൽ കൊട്ടാരങ്ങൾക്ക് സമാനമായ തീപ്പൊരികൾ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി ഒരു തൊലിക്ക് പകരം മറ്റൊരു തൊലി പടച്ചവൻ ഇട്ടുകൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കല്ലിട്ടാൽ 70 വർഷത്തെ വഴി ദൂരം അടിയിലെത്താനുണ്ട് എന്നാ. ഒരു കല്ലിട്ടാൽ താഴെത്താൻ 70 വർഷത്തെ വഴി ദൂരം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തെ നമ്മൾ പഠിക്കണം, ആ നരകത്തെ നമ്മൾ ഭയപ്പെടണം. ആ നരകത്തിൽ എത്താതിരിക്കാനുള്ള പണി നമ്മൾ എടുക്കണം ഈ ദുനിയാവിൽ. ആ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേരാണെന്ത്? മാലിക് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നരകം കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കണം മാലിക്. നരകം ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കണം മാലിക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പിന്നെ നരകം ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്ന സമയത്ത് ആ പിന്നെ ആളുകൾ, നരകക്കാരായ ആളുകൾ, അവർ വിളിച്ചു പറയുന്നതാണ്, വനാദൗ യാ മാലിക്. മാലിക്കിനെ വിളിച്ചുകൊണ്ട് അവർ പറയും, താങ്കളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ. നരകവാസികൾ പറയുന്ന അവര് പിന്നെ മാലിക്കിനെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അതിന്റെ ചുറ്റും ഇത് കത്തിച്ചോടി നടക്കുകയാണ്, അതിന്റെ തീ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നരകവാസികൾ പറയാം, മാലിക്കേ, നിങ്ങളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്കൊന്ന് മരണം വിധിക്കാൻ പറ. ഞങ്ങളിത് മരിച്ചാൽ പിന്നെ അനുഭവിക്കണ്ടല്ലോ, മരണം സംഭവിച്ചാൽ പിന്നെ വേദന അല്ലല്ലോ. പരലോകത്ത് നടക്കുന്നൊരു വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിലുണ്ട്, മരണത്തിനൊരു മരണമുണ്ട് എന്ന ഹദീസ്. മരണത്തിനൊരു മരണമുണ്ട്. എങ്ങനെ മരണത്തിന് മരണം? അല്ലെ, അള്ളാഹു വിചാരണയൊക്കെ നടത്തും. വിചാരണയൊക്കെ നടത്തിയിട്ട് സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ, നരകത്തിലെ ആളുകൾ നരകത്തിൽ. എന്നിട്ട് അള്ളാഹു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരുമെന്നാണ്. ആടിന്റെ രൂപത്തിൽ അള്ളാഹു വിളിക്കും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗവാസികളായ ആളുകളെ. അപ്പൊ അവര് പേടിക്കും, അവർക്ക് ഭയാകുന്നതാണ്. എന്തിനാ പേടിക്കറിയോ? ഈ സ്വർഗീയ സുഖങ്ങളിൽ നിന്ന് അള്ളാഹു എങ്ങനെ ഞങ്ങളെ വേറെ ശിക്ഷയിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ പേടിക്കും. അവർ ഓടി വരും, അള്ളാഹുവിന് വിളിക്ക് അവർ ഉത്തരം നൽകും. അള്ളാഹ് ചോദിക്കും, ഇതെന്താണ് എന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ അവരോട് അവർ പറയും, റബ്ബേ ഞങ്ങൾക്കറിയാം, അത് മൗത്താണ്, മരണമാണ്, മരണമാണ്. അള്ളാഹു നരകക്കാരെ വിളിക്കുന്നതാണ്. നരകക്കാർ പ്രതീക്ഷയോടുകൂടെ വരുന്നതാണ്. എന്താ പ്രതീക്ഷ? എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ വരിക. അള്ളാഹു അവരോട് ചോദിക്കും, ഇതെന്താണ്? അവർ പറയും, മരണമാണ്, മരണമാണ്. ആ മരണമാകുന്ന ആടിന്റെ രൂപത്തിൽ മരണത്തോടെ അറുക്കുന്നതാണ്. പിന്നെ മരണമല്ല. നരകക്കാരോട് പറയും, നിങ്ങൾ ഇതിൽ ശാശ്വതരാണ്. സ്വർഗക്കാരോട് പറയും, നിങ്ങൾ ഇതിൽ ശാശ്വതരാണ്. മനസ്സിലായി? മരണത്തെ അള്ളാഹു നശിപ്പിക്കും, മരണമല്ല. പിന്നെ അതാണ് ഈ നരകവാസികളായ ആളുകൾ പറയുന്നത്, ഞങ്ങൾക്കൊന്ന് മരണം വിധിക്കാൻ പറ, മരണമെന്ന് വിധിക്കാൻ പറയാം.
മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യേണ്ട? വേദന അനുഭവിക്കണ്ടല്ലോ, അതോടുകൂടെ തീരുമല്ലോ. ആ സമയത്ത് മാലിക് അവരോട് പറയുന്ന വാചകം, ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ ആ നരകത്തിൽ നിത്യവാസികളാണ്, നിങ്ങൾ അവിടെ വസിക്കേണ്ടവർ തന്നെയാണ്, നിങ്ങൾ അവരെ വസിക്കേണ്ടവർ തന്നെയാണ്. ഇത് ഒരു 1000 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യം. നരകത്തില് വർഷങ്ങളോളം 1000 വർഷങ്ങളോളം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. മനസ്സിലായോ? അത്രമാത്രം ഭീകരമാണ് നരകം. ആ നരകത്തിന്റെ ഭീകരമായ നരകത്തിന്റെ കാവൽക്കാരനാണ് മാലിക് എന്ന മലക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. 5ാമത്തെ മലക്ക് റിദ്വാനാണ്. റിദ്വാൻ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കാണ് എന്നാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് അത് സ്വഹീഹായ പേരല്ല, എന്നാൽ ബിദായ വന്നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ പേരുകൾ വന്നിട്ടുമുണ്ട്. എന്തായാലും റിദ്വാൻ എന്ന് പറയുന്ന ഒരു മലക്കിന്റെ പേര് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മലക്കിന്റെ നാമമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെന്താ? ഒന്ന് റിദ്വാനാണ്. ഇനിയുള്ളത് മുൻകറും നക്കീറുമാണ്. നന്മകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ, തിന്മകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ മലക്കുകളുടെ പേരുകൾക്കപ്പുറം രേഖപ്പെടുത്താനുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. നമ്മൾ മലക്കുകൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യം അറിയോ? ഞാൻ മുൻകർ നക്കീർ എന്നാ പറഞ്ഞത്, റഖീബുൻ അതീദാണ്. ഈ 2 ആളുകൾ അവർ രേഖപ്പെടുത്താതെ ഒരു നന്മയും ഒരു തിന്മയും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. സഹോദരങ്ങളെ, നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കിന് എല്ലാ ദിവസവും എഴുതാനുള്ള നന്മകൾ നമ്മൾ ചെയ്യണം. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിനിടയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ ഇന്ന് വൈകുന്നേര സമയത്ത് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ, പ്രദോഷ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. നമ്മൾ ആരൊക്കെ അത് ചൊല്ലി? നമ്മൾ ആ മാസത്തിൽ ഒരു തവണ ഇവിടെ കൂടിയിരിക്കുന്നു. ഈ സദസ്സ് പിരിയുമ്പോൾ പ്രാർത്ഥന ഉണ്ട് അല്ലെ? നമ്മൾ ആരെങ്കിലും ചെല്ലാറുണ്ടോ? ചെല്ലുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല. നമ്മൾ എന്ത് ചെയ്താലും, എന്ത് നന്മകൾ ചെയ്താലും എന്ത് ചെയ്യും? അത് രേഖപ്പെടുത്തും. ആ നന്മകൾ മലക്കുകൾ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ എന്ത് വേണം? നന്മകൾ ഉണ്ടാകണം. നന്മകൾ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ധാരാളം നന്മകൾ, ഖുർആൻ ഓതുന്ന ആളുകളാകണം. എന്താ ഖുർആനായിട്ട് നമ്മുടെ ബന്ധം എന്താ? മലക്കുകൾ അവർ ഖുർആൻ ഓതൂല എന്നാണ്. മലക്കുകൾ ഖുർആൻ ഓതൂല, തെറ്റിദ്ധരിക്കരുത്. മലക്കുകൾ എന്ത് ചെയ്യില്ല? അവർ ഖുർആൻ ഓതില്ല. എന്താ ചെയ്യാ? ആർക്കറിയാം? മലക്കുകൾ എന്താ ചെയ്യാ? ആർക്കറിയാം? മലക്കളുടെ പ്രത്യേകതയാണ് അവരെന്ത് ചെയ്യും? അവർ ഖുർആൻ കേൾക്കുന്നതാണ്. മനസ്സിലായോ? അവർ ഓതുമെന്ന് എവിടെയും തെളിവില്ല, ഹദീസിലൊന്നും വന്നിട്ടില്ല. എന്നാൽ മലക്കുകൾ ഖുർആൻ എന്ത് ചെയ്യും? അവർ കേൾക്കുന്നതാണ്. നമ്മൾ ഓതുന്നത് കേൾക്കാൻ ആര് വരും? മലക്കുകൾ വരും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷെ നമ്മളിൽ പല ആളുകളും ഖുർആനുമായി എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുക? റമദാനിലൊക്കെ ഓതിയാൽ ഓതി. പതിക ആളുകൾ വെള്ളിയാഴ്ച ചിലപ്പോൾ സൂറത്തുൽ കഹ്ഫൊക്കെ ഓതുന്നുണ്ടാവും. ഒരു സ്ഥിരമായി ഓതുന്ന ഒരു സിസ്റ്റം പല ആളുകൾക്കുള്ള, ഖുർആനുമായിട്ടുള്ള ബന്ധം പല ആളുകൾക്കും കുറവാണ്. മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഓതിയാൽ അവിടെ മലക്കുകൾ വരും. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ എന്താ നമ്മളെ ഖുർആനിൽ വന്നു? പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരു മഹാപണ്ഡിതൻ, ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, നല്ല സുന്ദരിയായൊരു മകൾ. അപ്പൊ അവിടെ വിവാഹത്തിന്റെ സമയമായപ്പോൾ കുറെ ആളുകൾ കല്യാണം ആലോചിച്ച് വന്നു, ഒരുപാട് ആളുകൾ. അപ്പൊ വന്ന ആൾക്കാർ ഷെയ്ഖിനോട് പറയും, നിങ്ങളെ മകളെ എനിക്ക് കെട്ടിച്ചു തരും, ഞാൻ കല്യാണം കഴിക്കാം. അപ്പൊ അദ്ദേഹം ചോദിക്കും, നിങ്ങളെ പേരെന്താ? അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ പേര് ഇബ്രാഹിമാണ്. ശരി, സൂറത്ത് ഇബ്രാഹിം ഒന്ന് ഓദിക്കാം. സൂറത്ത് ഇബ്രാഹിം ഓതാൻ പറയും. അപ്പോൾ ഇബ്രാഹിം അറിയില്ല, അങ്ങനെ മടങ്ങിപ്പോവും. അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഷെയ്ഖ് എന്ത് പറയും? ഓരോ സൂറത്ത് ഓതാൻ പറയും. അയാളുടെ പേരെന്താണോ ആ പേരിനനുസരിച്ചുള്ള സൂറത്ത് ഓതാൻ പറയും. ഒരാൾ വന്നു, ഒരു ബിരുദൻ. ഓൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് യൂസുഫാണ്, പക്ഷെ എന്നെ എല്ലാവരും കുൽഹുവല്ലാഹുവെന്ന് വിളിക്കുക. മനസ്സിലായോ? സത്യത്തിൽ ഇത് നമ്മളെയൊക്കെ അവസ്ഥ. നമ്മളെവിടുന്ന ഹിഫ്ദ് പഠിച്ചത്? നമ്മൾ പഠിച്ച ഹിഫ്ദ് എത്രയുള്ളത്? നമ്മൾ ആ പഠിച്ചതിൽ നിന്ന് നമ്മൾ വളർന്നിട്ടുണ്ടോ? മദ്രസയിൽ പഠിച്ചപ്പോൾ നിസ്കാരത്തിൽ നിങ്ങൾ ആലോചിച്ചോ? ഞാനാകട്ടെ നിങ്ങളാകട്ടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാൻ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതിയാലേ ഏതാ നമ്മുടെ നാവിൽ ആദ്യം വരിക? ഒന്നെങ്കിൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ അറായിത്ത, അല്ലെങ്കിൽ ലീലാഫി, ഇല്ല, ഇതല്ലേ വരിക? സുന്നത്ത് നിസ്കാരത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയൊക്കെ ഓതുന്ന അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഖുർആനുമായിട്ടുള്ള ബന്ധം കുറവാണ്. ഞാൻ പറയുന്നത് ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ അവർക്ക് എന്തുണ്ടാകും? മലക്കുകളുടെ സാന്നിധ്യം ലഭിക്കുമെന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നന്മകൾ രേഖപ്പെടുത്താൻ എന്ത് ചെയ്യണം, നമ്മൾ മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ നന്മകൾ ചെയ്യണം. നാളെ അക്രമികളായ ആളുകളുടെ വിലാപം എന്താ? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോയില്ലല്ലോ എന്നാ, ഒന്നും വിട്ടേച്ചു പോയില്ലല്ലോ. ആരെ രേഖപ്പെടുത്തിയ? മലക്കുകളാണ് അല്ലേ? ആ മലക്കുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നാളെ നമുക്ക് ലഭിക്കും. അപ്പോഴാണ് നമ്മുടെ വിലാപം. എന്തൊരു പുസ്തകം അത്, ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലോ. എന്നാൽ സ്വർഗവാസികളായ ആളുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇന്നി മനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. പരലോകത്ത് വെച്ച് സ്വർഗത്തിന്റെ ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോയത്? അവർ പറയുന്ന വാചകം എന്താ? ഇന്നി മനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. നാളെ ഒരു വിചാരണ ഉണ്ടെന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ഞാൻ ദുനിയാവിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചിരുന്നു. പരലോകത്ത് മറുപടി പറയേണ്ടി വരും. മലക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് ഞാൻ ജീവിച്ചത് എന്ന് എന്ത് ചെയ്യും? സ്വർഗവാസികൾ പറയുന്നതാണ്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. മലക്കുകൾ ആ കിറാമൻ കാത്തിബീൻ അവരെ കുറിച്ച് പറഞ്ഞത് മാന്യന്മാരായ എഴുത്തുകാരെന്നാ. മാന്യന്മാർ, അതിന്റെ പ്രത്യേകത നോക്കൂ, അതിന്റെ ഭംഗി നോക്കൂ നിങ്ങൾ. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. നമുക്ക് പഞ്ചായത്തിന് ഒരു പേപ്പർ കിട്ടണമെങ്കിൽ, മുനിസിപ്പാലിറ്റിന്ന് ഒരു പേപ്പർ കിട്ടണമെങ്കിൽ അവിടെയുള്ള എഴുത്തുകാരെടുത്ത് പോയാൽ, അവിടെയുള്ള ഓഫീസർമാരത്ത് പോയാൽ കൈക്കൂലിയെ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം നേടാൻ പറ്റും. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ? ഈ എഴുത്തുകാരായ അവര് മാന്യന്മാരാണ്. അവർ മാന്യന്മാർ. ഒരാൾക്കും സ്വാധീനിക്കാൻ പറ്റില്ല അവരെ, ഒരാൾക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എഴുത്തുകാരായ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പരലോകത്ത് നാളെ, ഞാൻ അവസാനിപ്പിക്കണം, പരലോകത്ത് നാളെ 4 സാക്ഷികളെ നമുക്കെതിരെ കൊണ്ടുവരുന്ന 4 സാക്ഷികളെ. ആരൊക്കെയാണ് 4 സാക്ഷികൾ എന്നറിയോ? അതിലൊന്ന് സൂറത്തു സിൽസില. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു വഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിഥു അഖ്ബാറഹ. ഭൂമി അന്നേ ദിവസം അതിന്റെ വർത്താനം പറയുന്ന. എന്താ ഭൂമി പറയുന്ന വർത്താനം എന്നറിയോ? ഭൂമിന്റെ മുകളിലൂടെ നമ്മൾ എവിടെയൊക്കെ നടന്നോ അതൊക്കെ ഭൂമി വിളിച്ചു പറയും. നമ്മുടെ കാലുകൊണ്ട് നമ്മൾ നടന്നുപോയ സ്ഥലങ്ങൾ, എന്തൊക്കെ അശ്ലീലതകൾ കാണാൻ, മോശമായ കാഴ്ചകൾ കാണാൻ, മോശമായത് പ്രവർത്തിക്കാൻ എവിടേക്കൊക്കെ നടന്നുപോയോ അതൊക്കെ ഭൂമി വിളിച്ചു പറയും. പരലോകത്ത് അല്ലാഹു നമുക്കെതിരെ കൊണ്ടുവരുന്ന ഒരു സാക്ഷിയാണത്. അതുകൊണ്ട് ഭൂമിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ആലോചിക്കണം, ഞാൻ എങ്ങോട്ടാ പോകണം, ചിന്തിക്കണം. മനസ്സിലായത്? അതാണ് ഒന്ന്. രണ്ടാമത്തെ അറിയോ? രണ്ടാമത്തത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. നമ്മുടെ വാക്ക് സീലുവെക്കപ്പെടും. നമ്മുടെ കൈകൾ എന്ത് ചെയ്യും? സംസാരിക്കും. ആ കാലുകൾ സാക്ഷി പറയുന്നതാണ്. നമ്മൾ ചോദിക്കും, ഞാന് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചോദിക്കും അവിടുന്ന്, ഞാന് ഈ പണിയൊക്കെ എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? പക്ഷെ അവർക്ക് നാവിന് എന്ത് ചെയ്യും? സീല് വെച്ചിട്ട് നമ്മുടെ കൈകാലുകൾ നമുക്കെതിരെ സംസാരിക്കും. മൂന്നാമത്തെ സാക്ഷി ആരറിയോ? മലക്കുകളാണ്. മലക്കുകളാണ്. മലക്കുകളെ അള്ളാഹു നമുക്കെതിരെ സാക്ഷികളായിട്ട് കൊണ്ടുവരും പരലോകത്ത്. നാലാമത്തെ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മലക്കുകൾ എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ധാരാളം കാര്യം. അവരുടെ പേരുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ, അവരുടെ ജോലികൾ പഠിക്കുന്നതിൻ്റെ കൂടെ, അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി അവരെവിടെയൊക്കെ ഉണ്ട് എന്ന് ഹദീസുകളിൽ പറഞ്ഞോ, അവരുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള വഴികളുണ്ട്. മലക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്ന കുറേ വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കും. അതോടുകൂടി ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് മലക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുക? അപ്പം അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക. ഏത് സമയത്താണ് നമ്മുടെ മരണം നമുക്ക് ആർക്കും അറിയില്ല, എപ്പോഴാണ് നമ്മൾ മരിക്കുക അറിയില്ല. സഹോദരങ്ങളെ, പരലോകത്ത് അല്ലാഹു നമ്മളെ കൊണ്ടുവരുന്ന രംഗത്ത്, ആ സന്ദർഭത്തിൽ നടക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോഴാണ് അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ 2 ആടുകൾ തമ്മിൽ കുത്തുകൂടുന്നത് കണ്ടു. 2 ആടുകൾ തമ്മിൽ. അപ്പം നബി ചോദിച്ചു, അബൂദർ, എന്തിനാണ് ഈ ആടുകൾ കുത്തുകൂടുന്നത് എനിക്കറിയോ? ആടുകൾ എന്തിനാ കുത്തുകൂടുന്ന അറിയോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയോട് പറഞ്ഞു അദ്ദേഹം, ഇല്ല നബി, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനറിയാം, പടച്ചോനറിയാം. ആ 2 ആടുകൾക്കിടയിൽ അള്ളാഹു നാളെ തീർപ്പ് കൽപ്പിക്കും. പരലോകത്ത് 2 ആടുകൾ കുത്തുകൂടുമ്പോൾ ആ കുത്തുകൂടുന്ന ആടുകൾക്കിടയിൽ അള്ളാഹു നാളെ പരലോകത്ത് തീർപ്പ് കൽപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മുടെയൊക്കെ വിഷയത്തിൽ അള്ളാഹു എന്തായിരിക്കും നാളെ ഒരുക്കി വെച്ചിട്ടുണ്ടാകുക? മനസ്സിലായി? എന്തായിരിക്കും ഉണ്ടാവുക നാളെ പരലോകത്ത്? എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് തന്നെ പരലോകമെന്ന് പറഞ്ഞാൽ ആ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ്, അവിടേക്ക് എത്തുന്നതിന് മുമ്പ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു, ആരാ ബുദ്ധിമാൻ? അവൻ നാളേക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ്. പടച്ചോൻ ഈ ലോകം നമുക്ക് തന്നത് നന്മകൾ ചെയ്യാനാണ്.
സുഹൃതങ്ങൾ പ്രവർത്തിക്കാനാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകിയത്. അള്ളാഹ് എല്ലാം ചോദിക്കും. പരലോകത്ത് വിചാരണ ഉണ്ട്. മരണം എപ്പോഴാണ് വരിക എന്നറിയില്ലാത്തത് കൊണ്ട് തന്നെ നന്നായി അമലുകൾ ചെയ്യുക, രാത്രി നമസ്കാരം മറക്കാതിരിക്കുക, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാവുക, സ്വതക്കകൾ ചെയ്യുക, പുണ്യം ചെയ്യാനുള്ള അവസരങ്ങൾ എന്താണ് ഉപയോഗപ്പെടുത്തണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് ഒരു സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കാൻ, ഇവിടെ ഒരു പള്ളി വരുന്ന ഒരു കാര്യം സൂചിപ്പിച്ചത്. പെരുമ്പാവൂർ പോലെയുള്ളൊരു പ്രദേശത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുന്ന ഒരു സ്ഥാപനം അനിവാര്യമാണ്. ധാരാളം ആളുകളുള്ള, ഒരുപാട് ജനങ്ങളുടെ ഒരു പ്രദേശമാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഭവനം വന്നാൽ ആ ഭവനം നമ്മൾ മരിച്ചാൽ ഇവിടെ നിലനിൽക്കും അല്ലേ? നമ്മുടെ വരും തലമുറ ഒരു 10-50 വർഷമൊക്കെ കഴിഞ്ഞാലും ആ പള്ളി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന്റെ കൂലി ആയിരിക്കാം കിട്ടുക. ഇപ്പൊ ഇതിനു വേണ്ടി ഓടിപ്പായുന്ന, അതിൽ ആളുകൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളി ഒരുക്കുന്ന, അതിന് സ്ഥലം ഒരുക്കുന്നതിന് മണ്ണൊരുക്കുന്ന ആളുകൾക്ക് അതിന്റെ കൂലി കിട്ടുക. മനസ്സിലായില്ലേ? നമ്മൾ എത്രയോ പള്ളികളിൽ നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമൊക്കെ ആർക്കാ കിട്ടുക? ഉണ്ടാക്കി വെച്ച ആളുകൾക്കാണ്, അത് ചെയ്തു വെച്ച ആളുകൾക്കാണ്. അപ്പൊ നന്മയുടെ തുടക്കക്കാരാകാനുള്ള ഭാഗ്യം ആർക്കാ കിട്ടുന്നത്? നിങ്ങൾക്കാണ്, ഈ ഇരിക്കുന്ന ഈ ആളുകൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അള്ളാഹു അവനെ ഇസ്തഅമലഹു എന്നാണ്, അവന് അവസരങ്ങൾ കൊടുക്കുന്നതാണ്. എന്താണ് ഇസ്തഅമലഹു എന്ന് പറഞ്ഞാൽ? നന്മ ചെയ്യാൻ, മരിക്കുന്നതിന്റെ മുൻപ് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, മരിക്കുന്നതിന്റെ മുമ്പ് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പള്ളി എന്നുള്ളത്. നിങ്ങൾ പണിയെടുക്കുക. നിങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മൾ അധ്വാനിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. രാത്രിയിൽ നമ്മൾ നമ്മുടെ കാര്യം പറയുന്നത് പോലെ നമ്മൾ അള്ളാഹിനോട്, നമ്മുടെ രോഗം വന്നാലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടാകുന്ന ഒരു ആത്മാർത്ഥം ഉണ്ടല്ലോ, അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പള്ളി വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അതിന്റെ ജോലികൾ പൂർത്തിയാക്കാൻ, അതിൽ നിന്ന് ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെ ആളുകൾ പഠിക്കണം. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, ഞാൻ സംസാരത്തിന്റെ തുടക്കത്തിൽ ഉസൈർ ഇബ്നു സാബിത്തിന്റെ കഥ പറഞ്ഞു. ഞാൻ ആ ഗോത്രം മുഴുവനുമാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇസ്ലാമിലേക്ക് വന്നത്. നാളെ ഈ പെരുമ്പാവൂരിൽ ഒരാൾ പോലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്ത് വേണം? അതിനൊരു കേന്ദ്രം നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ഒരു ഭവനം ആവശ്യമാണ്. ആ ഭവനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ എല്ലാവരും എന്ന് കേട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം എളുപ്പമാക്കി തരുമാറാകട്ടെ. അതിലെല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീന് പറയുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് മറ്റുള്ള ആളുകളിലേക്ക് ധൈര്യസമേതം എത്തിക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. പ്രത്യേകിച്ച് പലസ്തീനിന്റെ മണ്ണിൽ, ഗാസയുടെ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജൂതന്മാരായ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ മുസ്ലിങ്ങളായ കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പ്രായം ചെന്നവരെയും യാതൊരു പരിഗണനയും കൂടാതെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന, വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഷഹീദിന്റെ ദറജ നൽകി പരലോകത്ത് ഉന്നതമായ വിജയം നേടാനും മരണപ്പെട്ട ഷഹീദായ ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട ആ പ്രദേശത്തെ മുസ്ലിങ്ങളുടെ കൈകളിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.